അടുത്താണല്ലോ പള്ളിയുള്ളത്. ആ പള്ളിയുടെ അടുത്ത് വെച്ചുകൊണ്ട് മഹാനായ നബി തങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അതാ വീട്ടിൽ നിന്ന് മഹദിയായ ഫാത്തിമ ബീവിയുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഈ മക്കള് വല്ലാത്ത കരച്ചിലാണ്. അത് കണ്ടപ്പോ ഫാത്തിമ ബീവിയോട് മഹാനായ നബി തങ്ങൾ പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മോളെ ഫാത്തിമ, മക്കള് കരയുന്നത് കണ്ടില്ലേ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്ക് ഫാത്തിമ എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ ഫാത്തിമ ബീവിയോട് വിളിച്ചു പറയുന്ന സമയത്തതാ ഫാത്തിമ ബീവി മിണ്ടുന്നില്ല. അങ്ങനെ ആദ്യമായിട്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കൾക്ക് വേണ്ടി പാല് കൊടുക്കാൻ പറയുകയാ. മഹാനായ നബി തങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് കുറച്ച് സമയത്തതാ കുട്ടികൾ വല്ലാത്ത കരച്ചിൽ നിർത്തുകയാ. അങ്ങനെ ഇതും പറഞ്ഞിട്ട് പ്രവാചകൻ വീണ്ടും ക്ലാസ് തുടരുന്ന സമയത്തതാ ആ മക്കള് വീണ്ടും വല്ലാത്ത കരച്ചിലാണല്ലോ. ആ കരച്ചിൽ കണ്ടപ്പോ മഹാനായ നബി തങ്ങൾ വീണ്ടും വീട്ടിലേക്ക് പറയുകയാണ്, ഫാത്തിമ, മക്കള് കരയുന്നത് കേട്ടില്ലേ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കേ ഫാത്തിമ എന്ന് മഹാനായ നബി തങ്ങള് അതാ ഫാത്തിമ ബീവിയോട് വിളിച്ചു പറയുകയോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി തങ്ങൾ വിളിച്ചു പറയുമ്പോ രണ്ടാമതും വിളിച്ചു പറയുകയാ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴതാ വീണ്ടും മക്കള് കരയുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് ദേഷ്യം വരികയാ. ദേഷ്യം വന്നിട്ടതാ സഹാബത്തിന്റെ ക്ലാസ് മതിയാക്കിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഫാത്തിമ ബീവിയുടെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് അതാ ഫാത്തിമയോട് ചോദിക്കുന്നു, മോളെ ഫാത്തിമ, നീ ഇത്ര കരുണയില്ലാത്തവളായ മോളെ, നീ ഇത്ര കരുണയില്ലാത്തവളായോ മോളെ, മക്കളെ കരയുന്നത് പാല് കുടിക്കുന്ന പ്രായമല്ലേ, കഷ്ണമായ മഹദി ഫാത്തിമ ചുരത്തുമ്പോ എന്റെ വാലിൽ നിന്ന് പാലിന് പകരം രക്തം വരുന്നു ബാപ്പാ. എന്റെ പ്രിയമുള്ളവരെ, മഹദിയായ ഫാത്തിമ ബേബി ഇതങ്ങോട്ട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് വല്ലാത്ത സങ്കടമാവുകയാണ്. ആ സമയത്ത് ഫാത്തിമയെ ചേർത്ത് പിടിച്ചിട്ട് ഫാത്തിമയോട് പറയുന്നു, മോളെ കരയണ്ട പൊന്നുമോളെ, പാപ്പയുടെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്തതാ പ്രവാചകന് ഫാത്തിമയെ ചീത്ത വിളിച്ചത് വല്ലാത്ത സങ്കടമാവുകയോ. വീട്ടിൽ നിന്നും തലകുനിച്ചിട്ടതാ ചുട്ടുപഴുക്കുന്ന മരുഭൂമിയിലൂടെ ഇറങ്ങി നടക്കുകയോ. ഒരുപാട് ദൂരമാ സഞ്ചരിച്ചത്, ഒരുപാട് ദൂരം സഞ്ചരിച്ചു. ഒരു പറ്റം ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ടപ്പോ അവരോട് ചോദിക്കുകയാണ്, എനിക്കാരെങ്കിലും ഒരു ജോലി തരുമോ? നിങ്ങൾ പറയുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യാ. പക്ഷേ ആരും തന്നെ പ്രവാചകനെ ശ്രദ്ധിക്കുന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ അതാ ഒരുപാട് ദൂരം സഞ്ചരിക്കുമ്പോ വിശാലമായി കിടക്കുന്ന ഒരു ഈത്തപ്പഴത്തോട്ടം കാണുകയോ. ഈത്തപ്പഴത്തോട്ടത്തിന്റെ അരികിലൂടെ ചുറ്റുമതിലിന്റെ പിന്നിലൂടെ കറങ്ങി ചെല്ലുമ്പോ ഒരു കൊച്ചു കൂരയിലതാ ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അറാബിയായ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാ, എനിക്കിവിടെ വല്ല ജോലിയും തരുമോ? എനിക്കിവിടെ വല്ല ജോലിയും തരുമോ? എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് അറാബിയായ മനുഷ്യൻ പറയുകയാ, ആ മനുഷ്യനിക്കറിയില്ല ഈ വരുന്നത് ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ആമിനയുടെ പൊന്നോമനയായ പച്ചക്കുബയുടെ താരകമായ അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് അറാബിക്കറിയില്ല. അറാബിയായ മനുഷ്യനോട് ചോദിക്കുമ്പോ, ജോലി അന്വേഷിക്കുമ്പോ ആ അറാബി പറയുന്നു, മനുഷ്യ, ഈ കാണുന്ന ഈത്തപ്പഴത്തോട്ടം മുഴുവൻ എന്റേതാ. ഞാനൊരു കിണർ കാണിച്ചു തരാ. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ട് ആ ഈത്തപ്പഴത്തോട്ടം നനച്ചാല് ഒരു തൊട്ടി ഈത്തപ്പഴത്തിന്, ഒരു തൊട്ടി വെള്ളത്തിന് 3 ഈത്തപ്പഴം ഞാൻ പ്രതിഫലം തരാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകന് വല്ലാത്ത സന്തോഷമാവുകയോ. പ്രവാചകൻ ജോലി ആരംഭിച്ചു. തൊട്ടിയുമായിട്ട് കിണറ്റിന്റെ അരികിലേക്ക് ചെല്ലുകയാ. എന്നിട്ടതാ
സമയത്തതാ പ്രവാചകൻ വെള്ളം കോരാൻ തുടങ്ങി. ഒന്നാമതും കോരി, രണ്ടാമതും കോരി, മൂന്നാമതും കോരി, നാലാമത് വെള്ളം കോരാനായിട്ടതാ തൊട്ടിയെടുത്തിട്ട് കിണറ്റിലേക്കിടുന്ന സമയത്ത് ചെടി നനക്കാനായിട്ട് വെള്ളം കോരാ നാലാമത്തെ തവണ ആ തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുന്ന സമയത്തതാ പ്രവാചകന്റെ കയ്യിൽ നിന്ന് അറിയാതെ ആ തൊട്ടിയതാ കിണറ്റിലേക്ക് വീഴുകയാ. അല്ലാഹുവേ, പ്രവാചകന് പേടി തോന്നി. പ്രവാചകന്റെ കൈകാലുകൾ വിറക്കാൻ തുടങ്ങി. അല്ലാഹുവേ, ക്രൂരനായ അഅറാബിയല്ലേ, ആ മനുഷ്യനോടെങ്ങനാ പറയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി തങ്ങളെ പേടിച്ചരന്റെ കൈകാലുകളുമായിട്ട് നിറഞ്ഞൊലിക്കുന്ന കണ്ണുകളോടെ അഅറാബിയായ മുതലാളിയുടെ അടുക്കേ ചെന്നിട്ട് പറയുകയാണ്, മനുഷ്യ, ഞാൻ നിങ്ങൾ പറഞ്ഞ ജോലിയെ കുറിച്ച് ചെയ്തതാ. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും വെള്ളം കോരി, നാലാമത് വെള്ളം കോരാനായിട്ടതാ കിണറ്റിലേക്ക് തൊട്ടിയിട്ട സമയത്ത് അറിയാതെ ബക്കറ്റന്റെ കയ്യിൽ നിന്ന് താഴെ വീഴുകയോ. അങ്ങനെ ബക്കറ്റിക്ക് താഴെ വീണെന്ന് പറയുമ്പോ അറാബിക്ക് ദേഷ്യം വരികയോ. അറാബി അതാ പ്രവാചകന് അടുത്തേക്ക് വിളിച്ചിട്ട്, എന്റെ പ്രിയമുള്ളവരെ, ലോകത്തിന്റെ നേതാവിന്റെ ശറഫാക്കപ്പെട്ട മുഖമില്ലേ, അല്ലാഹുവേ, ഞാൻ നിങ്ങളും ഒരു തവണയെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്ന മുഖമില്ലേ, ആ മുഖത്തെ കഥ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് അഅറാബിയായ ക്രൂരനായ മനുഷ്യന് ആഞ്ഞടിക്കുകയോ. എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് അഅറാബിയുടെ അടിയുടെ കൈയിന്റെ പത്തിയിൽ നിന്ന് 4 വിരലിന്റെ അടയാളം പ്രവാചകന്റെ മുഖത്ത് പതിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ആ കൈപ്പത്തിയുടെ അടയാളം പതിഞ്ഞ മനുഷ്യനില്ലേ, ലോകത്തിന്റെ നേതാവില്ലേ, ആ മനുഷ്യനോട് അഅറാബിയോട് ചോദിക്കുകയാണ്, ഞാൻ 3 തൊട്ടി വെള്ളം കോരിയില്ലേ, 3 തൊട്ടി വെള്ളം ഞാൻ കോരിയില്ലേ, എനിക്ക് അതിനുള്ള പ്രതിഫലമെങ്കിലും ഒന്ന് തരുമോ? ആ സമയത്തതാ അഅറാബിയായ മനുഷ്യന് 9 ഈത്തപ്പഴം എടുത്തിട്ട് പ്രവാചകന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാ. ഒരു തൊട്ടി വെള്ളത്തിന് 3 ഈത്തപ്പഴമല്ലേ പറഞ്ഞത്? അല്ലാഹുവേ, 3 തൊട്ടി വെള്ളത്തിന് 9 ഈത്തപ്പഴം എടുത്തിട്ട് ആ മഹാനായ നബിയുടെ അടുക്കലേക്ക് ആ മനുഷ്യൻ വെച്ചു കൊടുക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, തന്നെ ആഞ്ഞടിച്ച മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ച് അല്ലാഹുവേ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞ് പ്രവാചകൻ വീട്ടിലേക്ക് ഓടുകയാ. അല്ലാഹുവേ, നടന്നുവട്ട ഇങ്ങോട്ട് വന്നത്, അങ്ങോട്ട് പോകുന്നത് ഓടിയിട്ടാണ്, വീട്ടിലേക്ക് ഓടിപ്പോവുകയാ. എന്തിനാ ഓടുന്നതെന്നറിയുമോ? അവിടെ ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്, 2 ചോരക്കിടാങ്ങൾ ഇരിപ്പുണ്ട്, തന്റെ മോള് വിശന്നിരിപ്പുണ്ട്. അല്ലാഹുവേ, അങ്ങനെയതാ പ്രവാചകൻ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് അവിടെ വെച്ചുകൊണ്ട് പറയുന്നു, മോളെ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ഒരു ഭാഗത്ത് മുഖം പൊത്തിയിട്ട് 9 കാരക്ക എടുത്തിട്ടതാ തന്റെ പൊന്നുമോളുടെ അടുക്കലേക്ക് നീട്ടിവെക്കുകയാ. ചോരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഈ മക്കളെ തന്റെ മടിയിലേക്ക് വെച്ചിട്ട് അല്ലാഹുവിന്റെ പ്രവാചകരതാ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് പാല് കുടിക്കുന്ന പ്രായമുള്ള, അത്ഭുതമെന്ന് പറയട്ടെ, പാല് മടിക്കുന്ന പ്രായമുള്ള പുന്നാര മക്കളതാ പ്രവാചകന്റെ കൈകൊണ്ട് വായിലേക്ക് ഈത്തപ്പഴം വെച്ചു കൊടുക്കുമ്പോ ആ സമയത്തതാ മക്കൾ അതിനെ തിന്നുകയാ. 9 കാരക്ക് എന്ന് പറഞ്ഞാൽ എത്രയാ ഉള്ളത്? എന്റെ പ്രിയമുള്ളവരെ, 9 കാരക്ക് എന്ന് പറഞ്ഞാൽ എത്രയാ ഉള്ളത്? മാസങ്ങളോളമായി ഭക്ഷണം കഴിച്ച ഫാത്തിമാക്ക്, പാലിന് വേണ്ടി കഷ്ടപ്പെടുന്ന പൊന്നുമക്കൾക്ക് വേണ്ടിയതാ 9 കാരക്ക എടുത്തിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ വായിലേക്ക് വെച്ച് കൊടുക്കുകയാ. മുഖം ഇങ്ങനെ പൊത്തി വെച്ചിട്ടാ കൊടുക്കുന്നത്. തന്റെ മുഖത്തുള്ള അടയാളം ഫാത്തിമ കാണാൻ പാടില്ല. ആ സമയത്തതാ
ഫാത്തിമയുടെ അടുക്കലേക്ക് ഈത്തപ്പഴം നീട്ടുമ്പോ ഫാത്തിമ ചോദിക്കുന്നു, ബാപ്പ എന്തിനാ മുഖം പൊത്തിയത്? ബാപ്പ എന്തിനാ മുഖം പൊത്തിയത്? എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി പ്രവാചകന്റെ കൈ അങ്ങോട്ട് മാറ്റുമ്പോ അതാ അവിടെ അതാ 4 വിരലിന്റെ അടയാളം കാണുകയാ. ഇത് കണ്ടപ്പോ ഫാത്തിമ ബീവി ചോദിക്കുകയാ, ബാപ്പയെ ആരാ തല്ലിയത്? എന്റെ ബാപ്പയെ ആരാ തല്ലിയത്? പ്രിയമുള്ളവരെ, പ്രവാചകം പറയുകയാ, അറാബിയാ ജോലി തന്നത്, ചെടിനനക്കലായിരുന്നു ജോലി. വെള്ളം കിണറ്റിലേക്ക് ഇട്ട് ജോലി തുടങ്ങി. 2 തവണ 3 തവണ ഞാൻ വെള്ളം കോരി. 4ാമത് വെള്ളം കോരാനായിട്ട് തൊട്ടിക്കിണറ്റിലേക്ക് ഇട്ട സമയത്ത് കയ്യിൽ നിന്ന് അറിയാതെ തൊട്ടിക്കിണറ്റിലേക്ക് വീണപ്പോ അറാബിയായ മനുഷ്യന് ദേഷ്യം വന്നതാ. അയാളെന്നെ ആഞ്ഞടിച്ചതാണെന്ന് പറയുമ്പോ ഫാത്തിമ ബീവി ബാപ്പയോട് ചോദിക്കുന്നു, ബാപ്പ എന്തിനാ ജോലിക്ക് പോയത്? അല്ലാഹു നമ്മളെ പരീക്ഷിച്ചതല്ലേ? ബാപ്പക്കറിയില്ലേ അല്ലാഹുക്ക് നമ്മോട് വല്ലാത്ത സ്നേഹമുണ്ടായത് കൊണ്ടല്ലേ ബാപ്പ എന്തിനാ അടി വാങ്ങാൻ പോയത്? എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് അള്ളാന്റെ പ്രവാചകം പറയുന്നു, മോളെ കരയണ്ട പൊന്നുമോളെ, ബാപ്പക്ക് പ്രയാസമില്ല, പരാതിയില്ല, ബാപ്പക്കൊരു ബുദ്ധിമുട്ടുമില്ല മോളെ. എന്റെയും നിന്റെയും സന്തോഷത്തിനല്ല, പാല് കുടിക്കുന്ന നാളെയുടെ വാഗ്ദാനങ്ങളായ 2 മക്കളുടെ സന്തോഷം കണ്ടോ എന്ന് കണ്ടതാ ഇതുപോലെ ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കും നിനക്കും വേണ്ടിയല്ല, പാല് കുടിക്കുന്ന പ്രായമുള്ള പേരക്കിടാങ്ങളില്ലേ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ മക്കളില്ലേ, ഈ മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാ. അതുകൊണ്ട് എന്റെ പൊന്നുമോളിനി കരയല്ല. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുക്ക് ഇഷ്ടമുണ്ടായാൽ ഇങ്ങനെയാ. അല്ലാഹുക്ക് നമ്മോട് ഇഷ്ടമുണ്ടായത് കൊണ്ടാ. അല്ലാഹുവേ, പ്രയാസമെന്ന് പറഞ്ഞാലിതാ, പട്ടിണി എന്ന് പറഞ്ഞാലിതാ. അതുകൊണ്ട് നിങ്ങളാരെങ്കിലും എന്തെങ്കിലും കാലത്ത് പട്ടിണി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് പറയണേ, അൽഹംദുലില്ലാഹ്, നിന്നോട് വല്ലാത്ത സ്നേഹമുണ്ടായത് കൊണ്ടാണ് അല്ലാഹു നിന്നെ പരീക്ഷിച്ചത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി